ഇന്നത്തെ ഐറ്റം വഴുതനങ്ങ. ഇത് ഞാൻ വേറെ എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ പറയുമെന്ന് എനിക്കറിയില്ല. ഇതെല്ലാരും തോരൻ വെക്കാറുണ്ട്. പിന്നെ ഈ തമിഴ്നാട്ടിൽ ബിരിയാണിന്റെ കൂടെ ഒരു കറി ഉണ്ടാക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒരു വെറൈറ്റി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. കാരണം കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും നല്ല. കാരണം ഇതിന്റെ ആ വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ബലവലാതിരിക്കുന്നതുകൊണ്ട് ആരും കഴിക്കില്ല. ഞാനിത് ആദ്യം കഴിക്കാത്ത ഒരാളായിരുന്നു. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് പരീക്ഷ ചെയ്ത് ഫ്രൈ ചെയ്തും റോസ്റ്റ് ചെയ്തൊക്കെ കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. വഴുതനങ്ങ സവാളയും കൂടി അരിഞ്ഞ് വെച്ചേക്കാണ്. അത് നമുക്ക് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർക്കരുത്, വെള്ളം ഒട്ടും പാടില്ല. പിന്നെ അതിൻ്റെ അകത്ത് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടിയമുളകാണ് നമുക്ക് ഫേവറേറ്റ് ആയിട്ട് വേണ്ടത്. ട്രൈ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാത്ത ഒരാളാണ്. കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ നമ്മുടെ ഒലിവ് ഓയിൽ അങ്ങനത്തെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാറില്ല. അതിന്റെ ഫ്ലേവർ പിടിക്കില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് എണ്ണയും യൂസ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. പ്രത്യേകം വെള്ളം പാടില്ല. അത് ഞാൻ കഴുകി അതിന്റെ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് അത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു നീളത്തിലായിരുന്നു വെച്ചേക്കുന്നത്. അത് അതിൻ്റെ അകത്ത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മലയാളികള് കറിവേപ്പില ഇല്ലാത്ത ഒരു കറിയും നമ്മുടെ വീട്ടിലുണ്ടാവില്ല അല്ലെ. കറിവേപ്പില ഇട്ടത് അത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്. ഉപ്പിട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ശരിക്കും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. ചപ്പാത്തി അതുപോലെ തന്നെ ദോശ അതിനൊക്കെ നല്ലതാണ്. പൊട്ടിത്തെറിക്കണം. മുളക് പൊടിയിലും നല്ലത് ഇടിയമുളകാണ്. കാരണം മുളക് പൊടി ഇടുമ്പോൾ അതിന്റെ കളറ് ജസ്റ്റ് വ്യത്യാസം വരും. അപ്പൊ ഇടിയമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല എരിവാണെങ്കിൽ സൂക്ഷിക്കണം. കാരണം ഞാൻ വാങ്ങിക്കുന്ന ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചാൽ നല്ല എരിവുണ്ട്. നന്നായിട്ട് ഫ്രൈ ആണ്. നമുക്ക് തീ ഒന്ന് കുറച്ച് നല്ല ഫ്രൈ ചെയ്യും. എല്ലാ ഫുഡിലും പെരിഞ്ചീരകം ഉണ്ടാകാറുണ്ട്. പെരിഞ്ചീരകം നല്ല ജീരകം ഉണ്ടാകാറുണ്ട്. പെരിഞ്ചീരകം ഉണ്ടാകും വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കടിക്കുമ്പോൾ നല്ല ഫ്ലേവറാണ്. അതുകൊണ്ടായിട്ടാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇടാം. ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി വേണ്ടത് ഗരം മസാല. കുറച്ച് ഗരം മസാല ഉണ്ട്. നല്ല ഒരു മണം. നന്നായിട്ട് ഫ്രൈ ആണ്. ഇതിന്റെ ആ ഒരു ചുമന്ന കളറൊക്കെ ആവശ്യമുണ്ട്. ഫ്രൈ ആയിട്ടിരിക്കുമ്പോ നല്ല അങ്ങനെയൊക്കെ തോന്നുന്നതാണെങ്കിൽ മുളക് പൊടി യൂസ് ചെയ്യാം. എനിക്ക് ഇതിന്റെ ഫ്ലേവർ ഇതിന്റെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. കൂടുതൽ ടേസ്റ്റിയും തോന്നിയത്. കളർ വേണമെന്നുള്ള ആൾക്കാർക്ക് മുളക് പൊടി യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആകട്ടെ. ഇത് ഫ്രൈ ആകാൻ കുറച്ച് ടൈം എടുക്കും. നമുക്കൊന്ന് മൂടി വെക്കരുത്. കാരണം അതിന്റെ ആവി വെള്ളം വീണിട്ട് അതിങ്ങനെ വെന്തുടയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ മൂടി വെക്കണ്ട. മൂടി വെക്കാതെ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആക്കി. ഓക്കെ, നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങൊക്കെ റെഡി ആക്കി നോക്കാം കേട്ടോ. അടിപൊളിയായിട്ട് ചപ്പാത്തിക്കെല്ലാം പറ്റിയ അടിപൊളിയാണ്. പിന്നെ ചോറിനൊക്കെ നമുക്ക് തോരനായിട്ട് വെക്കാം കേട്ടോ. എരിവും
ഉപ്പും ഒക്കെ കറക്റ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും എല്ലാ പച്ചക്കറികളും ഇതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊരു വെറൈറ്റി അല്ലേ. അടുത്തൊരു വെറൈറ്റി ആയിട്ട് വീണ്ടും കാണാം. ബൈ.